മുല്ലക്കര നിവാസികളുടെ ശ്രദ്ധയ്ക്ക് വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഈ സിനിമ നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു രസകരമായിട്ടുള്ള ഒരു സീനാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു. പെട്രോളിനാണ് ഞങ്ങൾ ഇനി കൂട്ടൂടാ. 100 200 ആരാ ചോദിക്കാൻ? പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോടാ. പോടാ കളരാജ്ദ്രോഹി. ഈ വഴി വരുമല്ലോ, അപ്പൊ കാണിച്ചറാണോ നീ പോടാ. വല്ലതും പറ്റിയോ? പറ്റി നീ കണ്ടില്ലടാ. എന്തായാലും പുറത്ത് കാണിക്കണ്ട. നിന്നേ, നീ ഒന്ന് മെലിഞ്ഞിട്ടോ. പക്ഷെ നീ തടിച്ചു, സൂക്ഷിക്കണം, അവനെ ദുഃഖിക്കും. കേരളം ഗുജറാത്ത് ആക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഗോപിയെ, കേരളം ഗുജറാത്ത് ആക്കുമ്പോഴേ ഈ പഞ്ചായത്തൊന്ന് മാറ്റിവെക്കാൻ പറഞ്ഞേക്കണേ. ഗുജറാത്ത് ആക്കിയില്ലേലും ബംഗാളാക്കത്തില്ല ഹംസക്ക, അതുറപ്പാ. ആ നീ പിണങ്ങി പോലടാ. നിന്നെ അന്വേഷിച്ചൊരാള് വന്നിരുന്നില്ല, നിന്റെ അമ്മാവൻ ആ മുരളി. അന്വേഷിക്കും, ഇവിടെ ഭരണം മാറാൻ പോവല്ലേ. ഇനി ഞങ്ങളെ അന്വേഷിച്ച് പലരും വരും. നേരിട്ട് കണ്ടാ നിന്റെ മൂട്ടുകാല് വെല്ലുവിളിക്കൊന്നും അവൻ പറഞ്ഞു. അതൊക്കെ പണ്ട് കുറിച്ചിട്ടോ. 30 സീറ്റുകൾ ജയിക്കുകയും ചെയ്യും, ഭരണം പിടിക്കുകയും ചെയ്യും. ആ പേപ്പർ നീ പോലെ ഇഷ്ടങ്ങളെത്തുമ്പോഴേ ഒന്ന് ആഞ്ഞു ചോട്ടിക്കോ. നീ ശരിക്കും വരുന്നുട്ടോ. കർഷക സമരം 100ാം ദിവസത്തിലേക്ക് ഇമാരൊക്കെ തല്ലി ഓടിക്കണം, രാജ്യത്തിന്റെ പേര് നശിപ്പിക്കാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പരിപാടി? ഓ, നീ വരണാരടാ മൽഘോഷേ. ശംഖുമുഖം വെറുതെ കടലായില്ലേ? ശംഖുമുഖം കടലല്ലേ? ആ കടലല്ല, പിന്നെ ഇത് മനുഷ്യക്കടൽ. അങ്ങനെ? എടാ നിനക്കറിയോ എന്ത്? നമുക്കൊന്നും അറിഞ്ഞൂടാ, അതാണ് നമ്മുടെ പ്രശ്നം. എടാ അതെ, നമ്മുടെ ഇപ്പോഴത്തെ വളർച്ച നിരക്ക് എത്രയാണെന്നറിയോ? അറിയില്ല. അറിയില്ല, 12%. 12%? കറക്റ്റ്. ഇനി GDP എത്രയാണെന്നറിയോ? GDP അതെന്നില്ലാവട്ടെ, എത്രയാണെന്നറിയോ? നീ ഞെട്ടരുത്. ഇല്ല. ഞെട്ടും. 204 ലക്ഷം കോടി രൂപ. എത്ര കോടി? 204 ലക്ഷം കോടിയോ? ഇതൊക്കെ അങ്ങേര് പറഞ്ഞപ്പോ എന്റെ കുട്ടാ രോമം എഴുന്നേറ്റു. അതെ, എല്ലാം വിശദമായിട്ട് പറയാം. അവിടുന്ന് കേറിയപ്പിന് ഒന്നും കഴിച്ചിട്ടില്ല. നീ ആ പപ്പേന്റെ ചായക്കടയിലേക്ക് വിടും, മസാല വശം ചായ കഴിക്കണം. എന്തേ? കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നറിയോ? ഇല്ല. ചോദിക്ക്. എത്രയാ? 18 രൂപ. എത്രയാ? 18 രൂപ. ഞെട്ടിയോ? ഞെട്ടി. നിന്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ചോദിക്കണ്ടല്ലോ. വേണ്ട. മസാല ദോശയ്ക്ക് 40 രൂപ, ചായക്ക് 10 രൂപ. കേട്ടല്ലേ? അത് കഴിഞ്ഞ ആഴ്ച നീ പറഞ്ഞ DGP കൂടിയപ്പോ സൈഡിൽ കൂടെ കൂടിയതായിരിക്കും. നീ കൂടുതലൊന്നും പറയണ്ട, വിലക്കയറ്റുണ്ടെങ്കിൽ വളർച്ച ഉണ്ടാവും. ഭാരത് മാതാക്കി ജയ്. ഈ വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും പോലെ അവിവാഹിതരായ യുവാക്കൾക്കും സർക്കാർ പെൻഷൻ കൊടുക്കണം, ശരിയല്ലേ? നിനക്ക് എന്തിനാടാ പെൻഷൻ? നിന്റെ ലെവൽ ഇപ്പൊ PSC കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ട്. അത് നിന്റെ പഴയ ക്ലാസ്മേറ്റിന്റെ ഷൈ ജ്യൂസില്. സോറി, കുറച്ച് ലേറ്റ് ആയി. നീ എവിടെ പോയി കിടക്കായിരുന്നു? ഇന്നും ചരമ്പര വായിക്കുന്ന മൊത്തം കേൾക്കണം. ടെൻഡി കുത്തബ് മിനാർ 11C മധ്യപ്രദേശ്. എടാ ഒന്ന് ആൻസർ കീ ശ്രദ്ധിക്കടാ, നോക്ക്. 14ാമത്തെ ഉത്തരം ബോർഡില് മലയാറ്റൂർ. ടൂറും കഴിഞ്ഞെത്തിയല്ലോ. വേറെ അറിയൂ? ഇവിടെ മോക്ക് ടെസ്റ്റ് ആണെന്ന് അറിയില്ലേ? ഒരൊറ്റ പരീക്ഷ മതി.
കിടക്കായിരുന്നു യൂട്യൂബ്. സാർ, ഒരു പെൺകുട്ടിക്ക് പേഴ്സണലായിട്ട് പല കാര്യം ഉണ്ടാവും. അതൊന്നും സാർ അറിയേണ്ട കാര്യമില്ല. സോ പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. ഇന്റർഫിയർ? സോറി, മൈ മിസ്റ്റേക്ക്, സോറി. വരൂ പ്ലീസ്, വരൂ വരൂ വരൂ. ഇരിക്കൂ. സരസ്വതി ഇരുന്നു, അറ്റത്തിരുന്നു. എല്ലാരും ക്ലാസ് ശ്രദ്ധിച്ചേ, ആൻസർ കീ ശ്രദ്ധിച്ചേ. ആ, ഇനി ഇന്റർഫിയർ ചെയ്യില്ല കേട്ടോ. റെസ്റ്റ് എടുത്തോളൂ, വെറുതെ ഇരുന്നോളൂ, ഉറങ്ങിക്കോളൂ രണ്ടുപേരും. ആ 12 ലേറ്റ് ആയിട്ട് ആരെങ്കിലും വരാണ്ടോ? ലാസ്റ്റ് കോൾ ആണേ. ആ 33. എന്താ ടീച്ചറെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒന്നും സംഭവിക്കാതിരിക്കാൻ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. മാഡം, അതിനുവേണ്ടി നമ്മളൊരു ഡിസിപ്ലിൻ കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ഗുഡ്. ടീച്ചറെ, അവിടെ അമല ഫ്രണ്ട്സ് കൂടെ പൊരിഞ്ഞാടി നടക്കുക. നീയൊക്കെ പെട്രോൾ കണ്ടോടാ മരമാക്കി. നീയൊക്കെ എന്നെ ചോദ്യം ചെയ്യലടാ. നീയൊക്കെ എന്നാണ് യൂത്തായത്? വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? കൊച്ചു പിള്ളേരുമായിട്ടാണോ നിന്റെ പൂരിത്തം കെട്ടവൻ? മൽഗോഷ് കൈപ്പി, യു ടു സ്റ്റുഡന്റ്സ്, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. പൊക്കോണെ ഇവിടുന്ന്. ഇത് നമ്മുടെ ശീല ടീച്ചറിന്റെ കല്യാണ ആവശ്യത്തിനുള്ള തുണികളാണ്. എന്നാ വേണ്ടേ? അധികം താമസിക്കല്ലേ. നോക്കണ്ടേ? അളവെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ഒരാഴ്ച സമയമുണ്ട്. സുമേച്ചി, തയ്ക്കാണ്ട് അടുത്ത ആഴ്ച ആയിട്ടില്ല. ഇപ്പാവും. പോത്തുപോലെ വളർന്നില്ലടാ ഗോപി. നിനക്ക് നാണമില്ലേ ഈ പീക്കിരി പിള്ളേരുടെ തല്ലുണ്ടാക്കാൻ? അതും നമ്മളൊക്കെ പഠിച്ച ഈ സ്കൂളിൽ. അവൻ തലതിരിഞ്ഞു പോയതാ മോളെ. വീടിന്റെ ആധാരം ബാങ്കിലാണെന്ന വല്ല ബോധമുണ്ടോ? അയ്യടാ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മട്ടുഭാവം കണ്ടു കഴിഞ്ഞാൽ ബാങ്കിന്റെ ആധാരം അവന്റെ വീട്ടിലാണെന്ന് തോന്നുന്നു. മുരളി ബാങ്കിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വഴിയാധാരാവാത്ത. എന്നിട്ട് സ്വന്തം അമ്മാവന്റെ മുമ്പിൽ പോയാൽ നടക്കും അവൻ. അത് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതല്ലേ? അത് തന്നെ. സുമേച്ചി വിഷമിക്കണ്ട. ഇനി ഇവൻ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞ് ഇവനെ സമ്മതിപ്പിച്ചോളാം. എന്തിന്? കല്യാണത്തിന് കൊച്ചുകള്ളൻ. ഇനി ഇവൻ കല്യാണം കഴിച്ച് ഇവനും കെട്ടികൾക്കും കൂടെ ഉള്ളത് ഞാൻ അടുപ്പിൽ ഊതി കൊണ്ടേ കൊടുക്കണായിരിക്കും അല്ലേ? അവന്റെ അമ്മയുടെ കല്യാണം എന്റെ മുമ്പിൽ. എടാ, നീ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞ് നടക്കുന്ന സമയത്ത് വല്ല പണിക്കും പൊക്കൂടെ? എടീ, നിന്റെ കെട്ടിയോനെ പോലെ കണ്ട കാട്ടറബികൾ ട്രൗസർ കഴുകി കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം നോക്കണ ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. അവളില്ലേ പുരോഗമനവാദി, സമ്പാദിക്കുന്നത് കണ്ട രാജ്യത്ത്, ഇതിന് മാത്രം അവന്റെ മേക്ക് ഇൻ ഇന്ത്യ. ഓൾസോ എനിക്കുണ്ട് ഒരു ചെറിയച്ഛൻ. കാൽ കാശിന് വേണ്ടി നിന്റെ കെട്ടിയോനെ പോലെ കണ്ട വിദേശികളുടെ മുന്നിൽ രാജ്യസ്നേഹം പണയം വെച്ചൊരു മാന്യൻ. എടി, എത്രയൊക്കെ പുച്ഛിച്ചാലും നീ ഒന്നോർത്തോ, ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയനും ഒരിക്കലും ഒരുത്തിന് മുമ്പിൽ കൈനീട്ടില്ലേ. അമ്മേ, കുറച്ച് കഞ്ഞിയിലും കാലത്തൊന്നും കഴിച്ചിട്ടില്ല. കുറച്ചെനിക്ക്. നിനക്ക് നിന്റെ ഷഡ്ഡിയെങ്കിലും ഒന്ന് കഴുകിക്കൂടെ ഗോപി? തിരുവനന്തപുരത്ത് നിന്ന് തള്ളയ്ക്ക് പൊതിഞ്ഞേട്ടി കൊണ്ടുവന്നേക്കോ നാണം കെട്ടത്. നാട് നീളെ സ്വച്ഛഭാരതം പറഞ്ഞ് നടക്കുന്നവൻ വീട്ടിൽ വന്ന് കാണിക്കുന്നത് വല്ലതും കേന്ദ്രം അറിയുന്നുണ്ടോ?